ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറാണ്. അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് കൂടിയാണ് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് കരുതി ആ ഷേപ്പിൽ കർവ് ഇതൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള സ്റ്റാർ പ്രിപ്പറേഷനാണ്. അത് കുറച്ച് പാടായിരുന്നു. അതെടുത്ത് കഴിഞ്ഞിട്ട് അത് അറ്റാച്ച് ചെയ്യാനും ഭയങ്കര പാട് തന്നെയായിരുന്നു. എന്നാലും ഒരു കണക്കിന് അതെങ്ങനെയോ ഞാനത് ഷേപ്പിൽ കട്ട് ചെയ്തു, അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ എടുത്തിട്ടാണ് അത് ഉണങ്ങിയത്. പിറ്റേ ദിവസമാണ് പിന്നെ പെയിൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് 2 ദിവസത്തെ പ്രയത്നമാണ്. ഇപ്പോൾ നിങ്ങളിത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലെവലാക്കി ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഉണങ്ങിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ട്രീക്ക് ബേസായിട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. അങ്ങനെ ഗ്രീനിൽ ബ്ലാക്ക് ചെയ്ത് സെക്കൻഡ് ലെയർ അടിച്ചു. പിന്നെ വൈറ്റൊക്കെ കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് പല ലെയറായിട്ട് അടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പെയിൻറ്റിങ്സൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വൈബ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മഞ്ഞ് അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ട്രൈ ആയിരുന്നു. വൈറ്റ് ഞാനൊന്ന് ഡോട്ടായിട്ടൊക്കെ ഇട്ട് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് ഫുള്ളങ്ങ് കൊടുത്തു. കൈയോടെ തന്നെ ഞാൻ സ്റ്റാറിന് ഫസ്റ്റ് ലെയർ വൈറ്റാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ സ്റ്റാറിന് ഏത് കളർ കൊടുക്കുമെന്ന് ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. യെല്ലോ കൊടുക്കണോ, ഗോൾഡൻ യെല്ലോ കൊടുക്കണോ, അത് റെഡ് കൊടുക്കണോ എന്നാണ് ഡൗട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഇത് റെഡും ഗോൾഡൻ കളറും തോരണം തൂക്കിയ പോലെ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലേ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറവെല്ലാം ഉണ്ടെന്ന് അറിയാം, എന്നാലും സെക്കൻഡ് അറ്റംപ്റ്റാണ്. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്.